ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 5 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. SSLC എക്സാമിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഇവിടെ ചിത്രത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡ്സ്, അതായത് പരസ്പരം ലംബമായ ഞാണുകളാണ് ഇവിടെ എ ബിയും സി ഡിയും. ഓക്കെ, എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും പരസ്പരം ലംബമായ എന്താണ് കോഡുകളാണ്. കണ്ടോ, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന 2 ആർക്കുകൾ ഉണ്ടല്ലോ, എ പി സി എന്ന് പറയുന്ന വൃത്തത്തിലെ ആർക്ക്, ഓക്കെ, ചാപം, ഈ ചാപവും അതുപോലെ തന്നെ ബി ക്യു ഡി എന്ന് പറയുന്ന ഈ ആർക്കും ചേർത്ത് വെച്ചാൽ സെമി സർക്കിൾ ആകുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് സെമി സർക്കിൾ? ഒരു സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള് 180 ഡിഗ്രിയാണ്. എത്രയാണ്? സെൻട്രൽ ആംഗിള് 180 ഡിഗ്രിയാണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പോൾ നമ്മൾ തെളിയിക്കേണ്ടത് ഇവിടെ എ പി സിന്റെയും അതുപോലെ തന്നെ ബി ക്യു ഡിന്റെയും സെൻട്രൽ ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, എ പി സി അതുപോലെ ബി ക്യു ഡി. ഓക്കെ, ഈ 2 ആർക്കുകളുടെയും സെൻട്രൽ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. എങ്ങനെ ചെയ്യും? ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്കുള്ള റിക്വസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പണി എന്ന് പറയുന്നത് ഇവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സെൻറ്റർ O നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എയും ഡിയും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, എയും ഡിയും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാം. അപ്പം നമ്മളുടെ പ്രൂഫ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ജോയിൻ എ ഡി. ഓക്കെ, എയും ഡിയും യോജിപ്പിക്കുന്നു. ജോയിൻ എ ഡി എന്താക്കുക? യോജിപ്പിക്കുക. ഓക്കെ, എ ഡി യോജിപ്പിക്കുക. അങ്ങനെ എ ഡി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ പോയിന്റിന് ഇ എന്ന് പേര് കൊടുക്കുന്നുണ്ട്. എ ഇ ഡി. ഓക്കെ, ട്രയാങ്കിൾ എ ഇ ഡി. ഇൻ ട്രയാങ്കിൾ എ ഇ ഡി, ത്രികോണം എ ഇ ഡിയിൽ ആംഗിൾ എ നമുക്കറിയില്ല, അത് ഞാൻ എക്സ് ആണെന്ന് അങ്ങോട്ട് എടുത്തു. ആംഗിൾ എ എത്രയാണ്? എക്സ്. ഓക്കെ, അല്ല വേണ്ട, ആംഗിൾ എ എക്സ് എടുക്കുന്നതിന് പകരം ഞാനിവിടെ ആംഗിൾ ഡി എക്സ് ആണെന്ന് എടുത്തു. ആംഗിൾ ഡി എക്സ്, ഈ കാണുന്ന ആംഗിൾ എക്സ്. ആംഗിൾ ഡി എക്സ്, ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പുറത്തെ 90 ആണെങ്കിൽ ഇപ്പുറത്തും 90 ആണ്. സോ അത് 90 ഡിഗ്രി. ശരിയല്ലേ? എ ഇ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഒരു ആംഗിൾ എക്സ്, ഒരു ആംഗിൾ 90 ആണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ, ദഫോർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? ആംഗിൾ എ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ്. നമ്മൾ 9ാം ക്ലാസ്സിലെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച ഐഡിയ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കാണുന്ന ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ഇത് 90 ഡിഗ്രി, ഒരു ആംഗിൾ എക്സ്, ഒരു ആംഗിൾ 90 മൈനസ് എക്സ്. ശരിയല്ലേ? ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 മൈനസ് എക്സ്. ഡൗട്ടേ വേണ്ട. ഇനി ഈ എയും ഈ കാണുന്ന സിയും ഞാനൊന്ന് സെന്ററുമായി ജോയിൻ ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റും അതുപോലെ സി എന്ന് പറയുന്ന പോയിന്റും സെന്ററുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഈ ആർക്കിന്റെ കോംപ്ലിമെന്ററി ആർക്കാണ് ഈ കാണുന്നത്. ശരിയല്ലേ? എ പി സി എന്ന് പറയുന്ന ആർക്കിന്റെ കോംപ്ലിമെന്ററി ആർക്കാണ് എ ക്യു സി. ആ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ എ ഡി സി എന്ന് പറയുന്നത്. നൗ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എക്സ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ ഡബിൾ.
ശരിയല്ലേ? ശരിയല്ലേ? അപ്പുറത്തെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിളിന്റെ ഡബിൾ 2x. ഓക്കെ, സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2x ആണെന്ന് മക്കളെ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത പരിപാടി എല്ലാവരും ശ്രദ്ധിച്ചോ. ഞാൻ ബിയും ഡിയും ഓയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ബിനെയും അതുപോലെ ഡിനെയും ഓ എന്ന് പറയുന്ന പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ബിനെയും ഡിനെയും ഓയുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. DAB എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ആംഗിൾ DAB എന്ന് പറയുന്ന ആംഗിള് എന്തിന് ഈക്വലാ? ഇവിടെ ആംഗിൾ എ എന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആംഗിൾ എ അത് 90 - x അല്ലേ? അത് തന്നെയല്ലേ ആംഗിൾ DAE? അത് തന്നെയല്ലേ ആംഗിൾ DAE? DAE ആ ട്രയാങ്കിളിലുള്ള ആംഗിൾ അത് തന്നെയല്ലേ DAB? യെസ്, DAB എന്ന് പറയുന്നത് 90 - x ആണ്. എത്രയാണ്? 90 - x. ഈ കാണുന്ന ആംഗിൾ 90 - x ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതിന്റെ ഡബിൾ. സോ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് DOB എന്ന് പറയുന്നത് 2 × 90 - x. That is equal to 2 × 90 180 minus 2 × x 2x. ശരിയല്ലേ? 2 × 90 180 2 × x 2x. സംശയമില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ആംഗിൾ AOCയും ആംഗിൾ DOBയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2x-ഉം 180 minus 2x-ഉം. നമുക്ക് ഈ കാണുന്ന ആംഗിൾ 2x, ഈ കാണുന്ന ആംഗിൾ 180 minus 2x. നിങ്ങൾ നോക്കണേ, APCന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ കാണുന്നത്, അത് 2x ആണ്. അതുപോലെ തന്നെ BQDന്റെ സെൻട്രൽ ആംഗിൾ ആണ് BOD, അത് എത്രയാ? 180 minus 2x. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2x-ഉം minus 2x-ഉം ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? APCയും BQDയും ചേർന്ന് എന്തുണ്ടാക്കും? അർദ്ധവൃത്തം ഉണ്ടാക്കും. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർന്നാൽ അർദ്ധവൃത്തം ഉണ്ടാക്കും. അത് APC and BQD together form a semicircle ഉണ്ടാക്കും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മോഡലിലുള്ള ഒരുപാട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാൻ സൈലൻ നിങ്ങൾക്കായിട്ടൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അസ്ത്ര ബാച്ചിൻ്റെ ഒരു പുതിയ ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അസ്ത്ര 2.0 എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പഠിപ്പിച്ചു തരും. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും പെട്ടെന്ന് തന്നെ 995400 എന്ന നമ്പറിലേക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നമ്മുടെ കൂടെ വരിക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.